സ്വയംഭൂവായ ശിവഭഗവാന്റെ സാന്നിധ്യം. ആചാരപ്പെരുമയിൽ ഊറ്റം കൊള്ളുന്ന ഭക്തജന സഹസ്രങ്ങൾക്ക് അഭയ കേന്ദ്രമാണ് കൊട്ടിയൂർ. വൈശാഖ മഹോത്സവത്തിൻ്റെ വിശേഷ ദിവസങ്ങളും ഐതിഹ്യവും എന്താണെന്നറിഞ്ഞാലോ? ഇത്തവണത്തെ കൊട്ടിയൂർ വൈശാഖോത്സവം മെയ് മാസം 28 ആരംഭിച്ചു. 28 നടന്ന നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമായത്. ദക്ഷിയാഗം നടന്ന സ്ഥലമെന്ന് വിശ്വസിക്കുന്ന ഇടമാണ് കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമമായ കൊട്ടിയൂർ. വയനാടൻ മലനിരകളുടെ താഴ്വാരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എല്ലായിടത്തും ഉത്സവം കൊടിയിറങ്ങുമ്പോഴാണ് കൊടിയേറ്റം പോലുമില്ലാതെ കൊട്ടിയൂരിൽ ഉത്സവം തുടങ്ങുന്നത്. വ്യത്യസ്തമായ നിരവധി ചടങ്ങുകളും പൂജകളും നടക്കുന്ന ഉത്സവ കാലമാണിത്. യാഗം നടന്ന സ്ഥലമായതുകൊണ്ടാകാം പൂജകൾക്ക് ഇവിടെ ഇത്രമാത്രം പ്രസക്തി. ഒരു പടക്കം പോലും ഇവിടെ പൊട്ടിക്കാറില്ല. ചില ദിവസങ്ങളിൽ മാത്രമാണ് 1-2 ആനകളെ എഴുന്നള്ളിക്കുന്നത്. ചില പ്രത്യേക ദിവസം കഴിഞ്ഞാൽ സ്ത്രീകൾക്കും ഇവിടേക്ക് പ്രവേശനമില്ല. ബാവലിപ്പുഴയിൽ കുളിച്ച് ഈറനോടെയാണ് വിശ്വാസികൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. വൈശാഖ മഹോത്സവം നടക്കുന്ന 28 ദിവസം മാത്രമാണ് ഈ ക്ഷേത്രത്തിൽ പൂജയും പ്രവേശനവുമുള്ളത്. ബ്രാഹ്മണർക്കും ആദിവാസികൾക്കുമെല്ലാം ഈ ക്ഷേത്രത്തിൽ ചില അവകാശങ്ങളുണ്ട്. 64 കുടുംബങ്ങളാണ് ഓരോ ചടങ്ങിൻ്റെയും അവകാശികൾ. ഇവർ കയ്യാലകളെന്ന് പറയപ്പെടുന്ന ഓരോ ഓലമേഞ്ഞ ചെറിയ കുടിലുകളിലായി ക്ഷേത്രത്തിന് ചുറ്റും താമസിക്കും. കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരാൾ 28 ദിവസവും ഈ കയ്യാലയിലാണ് താമസിക്കുന്നത്. കുടുംബത്തിൽ മരണം സംഭവിച്ചാൽ പോലും ക്ഷേത്ര പരിസരത്തു നിന്നും പുറത്തു പോകില്ല. സതീദേവി ആത്മാഹുതി ചെയ്ത സ്ഥലത്ത് ശിവൻ സ്വയംഭൂവായെന്നാണ് വിശ്വാസം. എന്നാണ് ഈ ക്ഷേത്രം ഉണ്ടായതെന്ന് ആർക്കും വലിയ നിശ്ചയമില്ല. പെയ്തിറങ്ങുന്ന മഴത്തുള്ളികൾ പോലെ 1000 കഥകളുടെ കേന്ദ്രമാണ് കൊട്ടിയൂർ. ആഘോഷങ്ങൾക്കപ്പുറം പ്രാർത്ഥനയുടെയും പൂജകളുടെയും ഉത്സവമാണ് കൊട്ടിയൂരിലേത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ ഇനി പറയാം. 28 നെയ്യാട്ടം, ജൂൺ 5 തിരുവോണം ആരാധന, 7 ഇളനീർ വെപ്പ്, 8 ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും, ജൂൺ 10 രേവതി ആരാധന, 14 രോഹിണി ആരാധന, ജൂൺ 16 തിരുവാതിര ചതുശതം, 17 പുണർദം ചതുശതം, 19 ആയില്യം ചതുശതം, 20 മകം കലം വരവ്, 23 അത്തം ചതുശതം, തുടർന്ന് വാളാട്ടം കലശപൂജ, 24 തൃക്കലശാട്ട്. മെയ് മാസം 30 മുതൽ ജൂൺ 20 ഉച്ച ശീവേലി വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. മെയ് 30 അർദ്ധരാത്രി ഭണ്ഡാരം അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപും 20/6/2026 മകം നാൾ ഉച്ച ശീവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനുള്ള ഭണ്ഡാരം എഴുന്നള്ളിപ്പ് ചടങ്ങാണിത്. വൈശാഖോത്സവ കാലത്ത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്ര സന്നിധിയിൽ പൂജാകർമ്മങ്ങൾക്കുള്ള സ്വർണം, വെള്ളി, പൂജാപാത്രങ്ങൾ എന്നിവയും സ്വയംഭൂ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനുള്ള തിരുവാഭരണങ്ങളുമാണ് മഞ്ഞണയിലെ കരിമ്പനയ്ക്കൽ ഗോപുരത്തിൽ നിന്നും കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കുന്നത്. ഈ ദിവസം മുതൽ സ്ത്രീകൾക്കും അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശിക്കാം. കൊട്ടിയൂർ ഉത്സവത്തിന് വേണ്ട ഓലക്കുടകളുമായി അവകാശികൾ പുറപ്പെടുന്നതും ഒരു സവിശേഷ ചടങ്ങാണ്. തികച്ചും പ്രകൃതി രമണീയമായി ഉത്സവം നടക്കുന്ന കൊട്ടിയൂരിൽ ഓലക്കുടകൾ ധാരാളമായി കാണാം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തുടക്കം കുറിച്ച അക്കരെ ക്ഷേത്രത്തിൽ നീഴെഴുന്നള്ളത്ത് നടന്നു. ഉത്സവത്തിന് മുന്നോടിയായി അടിയന്തര യോഗക്കാരും ആചാര്യന്മാരും സ്ഥാനികരും സമുദായിയുടെയും ജന്മശാന്തിയുടെയും നേതൃത്വത്തിൽ അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കുന്ന ചടങ്ങാണ് നീഴെഴുന്നള്ളത്ത്. കഴിഞ്ഞ ഉത്സവത്തിന് ശേഷം അക്കരെ ക്ഷേത്രത്തിലേക്ക് അടിയന്തരക്കാർ പ്രവേശിക്കുന്നത് നീഴെഴുന്നള്ളത്ത് ദിവസമാണ്. കാടിന് നടുവിൽ സ്വയംഭൂശില കണ്ടെത്തിയതിൻ്റെ
സ്മരണ പുതുക്കുന്ന ചടങ്ങാണിത്. നീഴെഴുന്നള്ളത്തിന് മുന്നോടിയായി രാവിലെ ഇക്കരെ ക്ഷേത്രത്തിൽ തണ്ണീർക്കുടി ചടങ്ങ് നടക്കും. തുടർന്ന് അടിയന്തരക്കാരുടെ നേതൃത്വത്തിൽ അക്കരെ ക്ഷേത്രത്തിലെ മണിത്തറയിൽ പ്രവേശിക്കും. ഒറ്റപ്പിലാൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യ സംഘത്തിൻ്റെ അഭിഷേകം കഴിഞ്ഞ ശേഷം പടിഞ്ഞേറ്റ നമ്പൂതിരിയുടെയും സമുദായി സ്ഥാനീയനും സ്വയംഭൂസ്ഥാനത്ത് തെളിനീരഭിഷേകം ചെയ്യും. ക്ഷേത്ര ഊരാളന്മാരും മറ്റ് സ്ഥാനികരും തിരുവഞ്ചിറയിൽ എത്തിയതോടെ ചടങ്ങിന് സമാപനമാകും. തിരുവഞ്ചിറയും മണിത്തറയും വൃത്തിയാക്കി കയ്യാലുകൾ പണിതതിന് ശേഷം വൈശാഖ മഹോത്സവത്തിന് അക്കരെ സന്നിധാനം സജ്ജമാകുന്നത് നീഴെഴുന്നള്ളത്തിന് ശേഷമാണ്. കൊട്ടിയൂർ അമ്പലത്തിലെ മുതിരേരിവാൾ വരവ്. വയനാട് ജില്ല തലപ്പുഴ വില്ലേജിലെ മുതിരേരി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ദേവൻ്റെ തിരുവായുധം കൊട്ടിയൂർ ക്ഷേത്രത്തിലെ നെയ്യാട്ട ദിവസം മുതിരേരി ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായ ബ്രാഹ്മണൻ സുമാർ 20 കിലോമീറ്റർ ദൂരം ഘോര വനത്തിലൂടെ ഏകനായി നടന്ന അന്നേ ദിവസം സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിലെത്തിക്കുന്ന സുപ്രധാനമായ ചടങ്ങാണിത്. ഈ 20 കിലോമീറ്റർ ദൂരത്തിലുള്ള തിരുവായുധത്തിൻ്റെ എഴുന്നള്ളത്ത് ഭക്തർ ഭക്ത്യാദരപൂർവ്വം ഹരിഗോവിന്ദ മന്ത്രത്തോടെ സ്വീകരിക്കുന്നു. മഹോത്സവത്തിലെ ഏറ്റവും പ്രധാന ചടങ്ങുകളിലൊന്നായ നെയ്യാട്ടം നടന്നു. വയനാട്ടിലെ പ്രസിദ്ധമായ മൂതേരിക്കാവിൽ നിന്ന് പരാശക്തിയുടെ വാൾ എഴുന്നള്ളിച്ച സന്ധ്യയോടെ ഇക്കരെ സന്നിധിയിൽ എത്തിച്ചു. ഇതിനുശേഷമാണ് നെയ്യമൃത സംഘങ്ങൾ നെയ്യാട്ടത്തിനായി തങ്ങൾ ഭക്തിപൂർവ്വം എഴുന്നള്ളിച്ചെത്തിയ നെയ്ക്കുടങ്ങളുമായി അക്കരെ സന്നിധിയിലേക്ക് പ്രവേശിച്ചത്. ഇനി വരുന്ന ഒരു മാസക്കാലം ഒരു നാടൊന്നാകെ ഭക്തിസാന്ദ്രമായ യാഗഭൂമിയായി മാറുന്ന കാഴ്ചയ്ക്കാണ് കൊട്ടിയൂർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.